സൂപ്പർ, അടിപൊളി സിനിമ. കൊള്ളായിരുന്നു, നല്ലായിരുന്നു, സൂപ്പർ. കിട്ടാവും, പൊളിക്കും, പൊളിക്കും. നല്ല സിനിമ, അടിപൊളി സിനിമ. പിന്നെ സാർ തന്നെ സൂപ്പറായിരുന്നു. കൊള്ളാം. എങ്ങനെയാ വെച്ചാൽ മ്യൂസിക് അടിപൊളിയാണ്, പിന്നെ DOP വർക്ക് അടിപൊളിയാണ്, ആക്ഷൻ ഒരു അടിമാർക്കേഷൻ സ്റ്റഫ് എന്നൊക്കെ പറയാം. ആളുടെ കുറച്ച് പൂഴി നിറഞ്ഞ പോലെ വയലൻസ് കൂടുതലായ സിനിമയാണല്ലോ. തന്നെയാണ്. അതെ അതെ, സീരിയസ് തന്നെ. ക്യാപ്റ്റൻ മില്ലർ പോലെയൊക്കെ ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്, നല്ലതാണ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. കൊള്ളായിരുന്നു, നല്ലായിരുന്നു, ഒരു വയലൻസ് ഒക്കെ നല്ല, അത്യാവശ്യം നല്ല പടമായിരുന്നു. എങ്ങനെയുണ്ട് ഇതിനു മുമ്പുള്ള ക്യാപ്റ്റൻ മില്ലർ അതൊക്കെ നോക്കി നോക്കുമ്പോൾ? അതുമായിട്ടൊരു വ്യത്യാസമുള്ള പടമാണ്, നല്ലൊരു വ്യത്യാസമുള്ള പടമാണ്. ലോകേഷിന്റെ ഒരു ഫസ്റ്റ് പടമാണല്ലോ കണ്ടിട്ട്. പുള്ളി അത്യാവശ്യം നന്നായിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്, നല്ല പടമായിരുന്നു. അഭിനയിക്കാൻ അല്ല, പുള്ളിയുടെ മൊത്തത്തിൽ ഓവറോൾ നല്ല ഇത് അഭിനയമായിരുന്നു, കൊള്ളായിരുന്നു എന്തായാലും. ലോകേഷിന്റെ ക്യാരക്ടറൊക്കെ സാധാരണ കുറച്ച് ഇമോഷണലി ഡൗൺ ആണല്ലോ, അങ്ങനെയുള്ളതുണ്ട്, എക്സ്പെക്ട് ചെയ്യാം. നല്ല എക്സ്പെക്ടേഷൻ ഉറപ്പാണ്. ഉറപ്പാണ്. എല്ലാവരുടെയും റിവ്യൂ കേട്ടല്ലോ, ജെന്യൂൻ റിവ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. DC കണ്ടിട്ട് എനിക്ക് തോന്നിയത് ലോകേഷ് കനകരാജിന്റെ ഫസ്റ്റ് സിനിമയാണ്. അദ്ദേഹം അഭിനയിക്കോ ഇല്ല എന്നുള്ളൊരു സംശയം എനിക്ക് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പടം കണ്ടപ്പോൾ ആള് സർ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചെന്നെ കളഞ്ഞു. റോക്കി നമ്മൾ കണ്ടപ്പോൾ അതിൽ ഫൈറ്റ് വെറും വയലൻസ് അല്ലായിരുന്നു. സാനിക്കായുധം കണ്ടപ്പോൾ അതിൽ വയലൻസ് ഒരു റിവഞ്ച് ഫോർമാറ്റ് ആയിരുന്നു. ക്യാപ്റ്റൻ മില്ലറിൽ ഒരു ഹിസ്റ്റോറിക്കൽ വേൾഡിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു റിവഞ്ച്. എന്നാൽ DCയിൽ വയലൻസിനും പ്രണയത്തിനും ഇടയിൽ ഒരു ബൗണ്ടറി തന്നെ മായുന്നതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. DCയിൽ ശരിക്കും ലോകേഷ് കനകരാജ് ഒരു ദേവദാസാണ്, ഒരു പരാജയപ്പെട്ട വ്യക്തിയാണ്. എല്ലാം കൊണ്ട് തോറ്റ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ്. DCന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗം എന്ന് പറയാൻ ഇതൊരു കൺവെൻഷണൽ ഹീറോയിക് സ്റ്റോറി അല്ല. ഒരു റിലേഷൻഷിപ്പ് തന്നെ കഥയുടെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്. ദേവദാസിനും ചന്ദ്രയ്ക്കും ഇടയിലുള്ള ഒരു പാഷൻ ഉണ്ടല്ലോ, അതാണ് ഇതിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ്. ആ പാഷന് എത്ര വലിയ ഒബ്സഷനായിട്ടും അത് എത്ര വലിയ വയലൻസ് ആയിട്ട് മാറണമെന്നാണ് ശരിക്കും പറഞ്ഞാൽ DC. ഭയങ്കര സ്പീഡിലാണ് സിനിമ കഥ പോകുന്നത്. പിന്നെ പറയേണ്ട ആവശ്യമില്ല, അനിരുദ്ധ് ശരിക്കും തിയേറ്റർ കത്തിച്ചെന്നെ വിട്ടുണ്ട്. ആ പൂഴി മണലിൽ അനിരുദ്ധിന്റെ കത്തിക്കലും ആയപ്പോൾ തിയേറ്റർ മൊത്തം ഒരുമാതിരി പുഴുക്കം പോലെ കത്തണ രീതിയായിരുന്നു. ഓരോരോ വയലൻസ് സീന് വരുമ്പോൾ ഓരോരോ BGM അങ്ങോട്ട് കയറി വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സാറ്റിസ്ഫൈഡ് ഉണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല DCയിൽ.